റഷ്യ എന്ന് കേട്ടാൽ ഇന്നെല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നൊരു വാക്കാണ് പുടിൻ എന്നത്. റഷ്യയിലെമ്പാടും ഒരു ധീരനായ ഇതിഹാസ നായകന്റെ പരിവേഷമുണ്ട് വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിന്. അദ്ദേഹത്തെ പറ്റി പലതരത്തിലെ വീരകഥകളും ആ നാട്ടിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിൽ ചിലതൊക്കെ വിശ്വസിക്കാൻ പ്രയാസവുമാണ്. റഷ്യയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും ഉള്ളവർ വിശ്വസിക്കുന്നത് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ 150 വർഷമായി ഇതേ രൂപത്തിലും ഭാവത്തിലും റഷ്യയെ സംരക്ഷിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്നാണ്. ലോകത്തിലകം വെച്ച് ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നായ സൈബീരിയയിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് അർദ്ധനഗ്നായി നിൽക്കുന്ന പുടിന്റെ ചിത്രം അതിന്റെ സാക്ഷ്യമാണ്. 90കളുടെ തുടക്കത്തിലെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഉഗ്രപ്രതാപിയായ പുടിനെ വെല്ലാൻ പോകുന്ന ഒരു നേതാവും റഷ്യയിൽ ഉണ്ടായിട്ടില്ല. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു നേതാവ് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും വെറുക്കുന്നവർക്ക് വ്ളാഡിമിർ പുടിൻ ഒരു ഹീറോ തന്നെയാണ്. അമേരിക്കയുടെ അഹങ്കാരത്തെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരേ ഒരു രാഷ്ട്രത്തലവൻ ഇന്ന് ഈ ലോകത്ത് പുടിൻ മാത്രമാണെന്നും അവർ കരുതുന്നു. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പുടിൻ തന്റെ സൈന്യത്തെ ഉക്രൈനിലേക്ക് അയച്ച് ക്രിമിയ പിടിച്ചെടുത്തത് ഇന്ത്യയിൽ വരെ അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തിരുന്നു. 1952 ഒക്ടോബർ 7 പഴയ സോവിയറ്റ് റഷ്യയിലെ ലെനിൻഗ്രാഡിലാണ് പുടിൻ ജനിക്കുന്നത്. വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ് എന്ന സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നറിയപ്പെട്ട സാക്ഷാൽ ലെനിന്റെ കുശിനിക്കാരനായിരുന്നു പുടിന്റെ മുത്തച്ഛൻ. അച്ഛൻ സോവിയറ്റ് നേവിയിൽ ഗുമസ്തനായിരുന്നു. 12 വയസ്സുതൊട്ടേ സാംബോ, ജൂഡോ തുടങ്ങിയ ആയോധന കലകളിൽ പുടിൻ പരിശീലനം നേടിയിരുന്നു. ഇത് രണ്ടിലും ബ്ലാക്ക് ബെൽറ്റിന് തുല്യമായ യോഗ്യതകൾ പുടിൻ നേടിയിട്ടുമുണ്ട്. നിയമത്തിൽ ബിരുദം നേടിയ ശേഷമാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുടിൻ അംഗമാകുന്നത്. 1975 KGBയിൽ ഏജന്റായി പ്രവർത്തനം തുടങ്ങുന്നു. കിഴക്കൻ ജർമ്മനിയിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച പുടിൻ 1989 ജർമ്മൻ മതിൽ തകരുന്നതിന് സാക്ഷ്യം വഹിച്ച ആളും കൂടിയാണ്. പിന്നീട് 90കളിൽ സോവിയറ്റ് യൂണിയന്റെ പതനം ആരംഭിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ USSR എന്ന മഹാരാജ്യം 1991 ഡിസംബർ 26 തകർന്നടിയുന്നു. 1991 അന്നത്തെ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവിനെതിരെ സൈന്യം അട്ടിമറി ശ്രമം തുടങ്ങിയതിന്റെ 2ാം നാൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് കേണൽ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പുടിൻ രാജിവെച്ച് പുറത്തു വരുന്നു. 96 മുതൽ റഷ്യയിൽ പുടിൻ എന്ന പേര് ജനപ്രീതി കൂടാൻ തുടങ്ങി. അതിനുശേഷം ലെനിൻഗ്രാഡ് മേയറായിരുന്ന അനറ്റോലി സോബ്ഷാക്കിന്റെ ആഭ്യന്തരകാര്യ ഉപദേശകനായി സ്ഥാനമേൽക്കും. 97 ബോറിസ് യെൽസിൻ പുടിനെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് പ്രസിഡൻഷ്യൽ സ്റ്റാഫായി നിയമിക്കുന്നു. അടുത്ത വർഷം റഷ്യൻ രഹസ്യാന്വേഷണ സേനയുടെ തലവൻ സ്ഥാനത്തേക്ക് പുടിൻ കടന്നു വരുന്നു. അതിനടുത്ത കൊല്ലം തന്നെ യെൽസിൻ റഷ്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പുടിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ആരോപണങ്ങൾ ഉയർന്നതോടെ പ്രസിഡന്റ് യെൽസിൻ രാജി സമർപ്പിക്കാൻ നിർബന്ധിതനായി. അപ്പോൾ തൽക്കാലത്തേക്ക് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം പുടിനെ ഏറ്റെടുക്കേണ്ടി വന്നു. ആ അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് എല്ലാ ചുമതലകളും അദ്ദേഹം വളരെ നന്നായി തന്നെ നിർവഹിച്ചു. ആ കാലാവധി കഴിഞ്ഞതോടെ യെൽസിന്റെ അനുയായികൾ പോലും പുടിന്റെ പാളയത്തിലേക്ക് എത്തി. 2000 മെയ് 7 പുടിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കാലാവധിക്കും തുടക്കം കുറിച്ചു. തുടർന്ന് ഇങ്ങോട്ട് പുടിന്റെ മാത്രം കാലമായിരുന്നു. വിപ്ലവകരമായ പല മാറ്റങ്ങളും രാജ്യത്ത് കൊണ്ടുവന്ന പുടിൻ രാജ്യത്തെ പ്രൊവിൻസുകളായി തിരിച്ച് അവിടേക്കെല്ലാം തന്റെ വിശ്വസ്തരെ ഗവർണർമാരായി നിയമിച്ചു. ഇഷ്ടക്കേട് തോന്നിയാൽ അപ്പോൾ തന്നെ അവരെ പിരിച്ചുവിടുകയും ചെയ്തു. പുടിൻ ഒരു സ്വേച്ഛാധിപതിയാണ് എന്ന് കാണിക്കാൻ അമേരിക്കൻ മാധ്യമങ്ങൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ പുടിന് ഗുണകരമാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഉണ്ടായത്. സ്വന്തം നാടിന്റെ നേർക്കുണ്ടാകുന്ന ഒരു യുദ്ധം ഒരു രാഷ്ട്രത്തലവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രതിച്ഛായ കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. 2ാം ചെച്നിയൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇത്തവണ ചെച്നിയയോട് യാതൊരു ദയയും പുടിൻ കാണിച്ചില്ല. അവരെ ക്രൂരമായി തന്നെ തകർത്ത് കളഞ്ഞു. ഒരു 10 കാലത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനിടെയാണ് 2004 ചെച്നിയൻ തീവ്രവാദികൾ ഒരു സ്കൂളിൽ കയറി കുട്ടികളെ ബന്ദികളാക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ അവർ പല ആവശ്യങ്ങളും ഉന്നയിച്ചുവെങ്കിലും ഒരു മിലിറ്ററി ആക്ഷൻ തന്നെ നടത്തിയ പുടിൻ തീവ്രവാദികളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. പക്ഷേ അന്നത്തെ പോരാട്ടത്തിൽ 126 സ്കൂൾ വിദ്യാർത്ഥികൾ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെങ്കിലും മനുഷ്യാവകാശ സംഘടനകളും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുവെങ്കിലും ഈ സംഭവം പൊതുജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കാരണമായി. തീവ്രവാദത്തിനെതിരെ ഒരു കോംപ്രമൈസും വേണ്ടെന്ന തന്റെ നയം ശരിയാണെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഗോർബച്ചേവിന്റെ കാലത്ത് തകർന്ന് തരിപ്പണമായിരുന്ന സോവിയറ്റ് റഷ്യയെ വീണ്ടും പുടിൻ ശക്തിപ്പെടുത്തി. അമേരിക്കയെ വെല്ലുവിളിക്കാൻ മാത്രം പോരുന്ന രീതിയിലേക്ക് പുടിൻ റഷ്യയെ നയിക്കുകയായിരുന്നു. അതേപോലെ തന്നെ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയും രഹസ്യമായി പുടിൻ ഇല്ലാതാക്കിയിരുന്നു. അതൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് എങ്കിലും അതുതന്നെയാണ് സത്യവും. അമേരിക്കക്കെതിരെ കിട്ടുന്ന ഒരവസരവും പോലും പുടിൻ പാഴാക്കിയിരുന്നില്ല. 2007 അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. 1943 ശേഷം ഇറാൻ സന്ദർശിച്ച ആദ്യത്തെ റഷ്യൻ പ്രസിഡന്റായിരുന്നു പുടിൻ. റഷ്യയിലെ നിയമപ്രകാരം 2 തവണയിലധികം പ്രസിഡന്റ് പദവിയിലേക്ക് തുടർച്ചയായി ആർക്കും തെരഞ്ഞെടുക്കപ്പെടാൻ ആകില്ല. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പുടിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. അത് റഷ്യയുടെ രാഷ്ട്രീയത്തിൽ നടന്ന വലിയൊരു മാറ്റമായിരുന്നു. ദിമിത്രി മെദ്വദേവ് പുതിയ പ്രസിഡന്റായി മാറി. പുടിൻ പ്രധാനമന്ത്രി പദം കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെട്ടു. എന്നാൽ പുടിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ശക്തി കാരണം അന്നുവരെ പ്രധാനമന്ത്രിയേക്കാൾ അധികാരമുണ്ടായിരുന്ന പ്രസിഡന്റ് പദവി അതോടെ താഴേക്ക് വന്നു. അധികാരങ്ങളെല്ലാം പ്രസിഡന്റിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്ക് വന്നു ചേർന്നു. എന്നാൽ ഈ അവസരവും കൃത്യമായി മുതലെടുത്ത പുടിൻ അവിടെയും സ്കോർ ചെയ്യുകയായിരുന്നു. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ മുങ്ങി നിന്നപ്പോഴും റഷ്യയിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല. എല്ലാം ഭംഗിയായി തന്നെ നടന്നു. സകല രംഗങ്ങളിലും പുടിന്റെ റഷ്യ മുന്നേറ്റം നടത്തി. അതോടെ പുടിന്റെ ഇമേജ് വീണ്ടും വർദ്ധിച്ചു.
2012 വീണ്ടും ഇലക്ഷൻ നടന്നു. പുടിൻ വീണ്ടും പ്രസിഡന്റായി. എന്തായാലും ഏറെ നീണ്ട തന്റെ ഭരണകാലത്തെ തീരുമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ ചേർന്ന് തന്റെ ആരാധകർക്കിടയിൽ പുടിന് ഒരു സൂപ്പർ ഹീറോ ഇമേജ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്.